ചാലക്കുടിയിൽ കോൺഗ്രസിനെതിരെ ഘടകകക്ഷികൾ രംഗത്ത്. കോൺഗ്രസിന്റെ മാടമ്പി മനോഭാവത്തിൽ അസംതൃപ്തരാണെന്ന് ചാലക്കുടിയിലെ UDF ഘടകകക്ഷികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. UDFുമായി സഹകരിക്കില്ലെന്നും ഉചിതമായ സമയത്ത് ബദൽ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അവർ അറിയിച്ചു. UDFിലെ ഘടകകക്ഷികളെ ചർച്ചയ്ക്ക് പോലും ക്ഷണിക്കാതെ അവഗണിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ മാടമ്പി മനോഭാവത്തിൽ അസംതൃപ്തരാണെന്ന് ചാലക്കുടിയിലെ UDF ഘടകകക്ഷി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അക്കാര്യത്തിൽ ഒരു വിവേചനം നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ മുൻകാലങ്ങളിൽ പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം ഇവിടെ കോൺഗ്രസിന് മാത്രമേ കൊടുക്കൂ, അവർ കൂട്ടാക്കുന്ന പ്രശ്നം. ഇനി അഥവാ തന്നാൽ ഒരു പുണ്യാളിനെയോ ഒരു പുണ്യവതിനോ കൂടെ തരും. ആ അത്ഭുതം പ്രവർത്തിക്കുന്നവരെ അതിജീവിച്ച് വേണം അതിലെ മുന്നണി സ്ഥാനാർത്ഥികളിൽ ജയിക്കുന്നെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള വലിയ കടുത്ത പരീക്ഷണത്തിലൂടെ ഇറക്കി വിടുന്ന ഒരു തന്ത്രം, അത് ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന മുഖ്യകക്ഷി ഇത്തരത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യമാണോ, അതിന്റെ രഹസ്യ അജണ്ട എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. UDF ചെയർമാൻ, കൺവീനർ, MLA, ബ്ലോക്ക് പ്രസിഡന്റുമാർ എന്നിവർക്ക് പോലും ഈ വിഷയത്തിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള അവഗണനയാണ് സംസ്ഥാനത്ത്. മറ്റൊരിടത്തും ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതയില്ല. തൃശൂർ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകിയിട്ടും ചാലക്കുടിയിൽ മാത്രം നീതി നിഷേധിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചവർ UDFിന്റെ കെട്ടുറപ്പിനെ തകർക്കുകയാണ്. ഇപ്പോൾ UDFിൽ ജനാധിപത്യം ഏകാധിപത്യത്തിന് വഴിമാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കീഴ്വഴക്കമനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് പറയുന്നവരാകട്ടെ തങ്ങളുടെ സ്ഥാപിത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അധികാരം കൈയാളുന്നതിനും വേണ്ടി എല്ലാ കീഴ്വഴക്കങ്ങളെയും കാറ്റിൽ പറത്തിയവരാണ്. 2020 ലീഗിന് നൽകിയ സീറ്റ് ഇത്തവണ നിഷേധിച്ച് പകരം സ്ഥാനാർത്ഥിയെ നിർത്തി. ഘടകകക്ഷികളോടുള്ള ശത്രുതാ മനോഭാവത്തിനെതിരെ പല മുന്നറിയിപ്പുകളും കാലാകാലങ്ങളിൽ നൽകിയിട്ടും UDFിന്റെയും കോൺഗ്രസിന്റെയും നേതൃസ്ഥാനത്തിലുള്ളവർ ഉറക്കം നടിക്കുകയാണ്. ചാലക്കുടിയിൽ മുന്നണി മര്യാദ പാലിക്കപ്പെടണമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും ചാലക്കുടിയിലെ നേതാക്കൾ അത് നിഷേധിച്ചു. പ്രശ്നപരിഹാരത്തിന് UDF നേതൃത്വം ശ്രമിക്കാത്ത പക്ഷം പ്രതിഷേധ സൂചകമായി ഞങ്ങൾ ഇനി UDFുമായി സഹകരിക്കില്ലെന്നും ഉചിതമായ സമയത്ത് ബദൽ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അവർ അറിയിച്ചു. കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺ മുണ്ടൻമാണി, കേരള കോൺഗ്രസ് ജേക്കബ് ബ്ലോക്ക് പ്രസിഡന്റ് CB വട്ടലായി, ഫോർവേഡ് ബ്ലോക്ക് പ്രതിനിധി ഫ്രാൻസിസ് പിൻഹീറോ, RSP പ്രതിനിധി വർഗീസ് കണ്ടംകുളത്തി, CMP ഭാരവാഹി AK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.